ഹേ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുത്തൻ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ആണ് ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ രാവിലെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൊല്ലത്തുള്ളതാണ്. സോ എനിക്ക് ഇതുവരെ അറിയത്തൊന്നുമില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ പൊങ്കാല ഇടാനും വന്നിട്ടില്ല. ഒപ്പം തന്നെ അങ്ങനെ കാഴ്ചകളൊക്കെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ശരിക്കും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. സോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എത്രത്തോളം ആൾക്കാരുണ്ട് എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ അതിന് മുന്നേ തന്നെ ഇറങ്ങി. 10 മണിക്ക് കുറച്ച് മുന്നേ ആണ് ഇറങ്ങിയത്. 10 മണി ആവാറായൊരു ടൈമിൽ. അപ്പോഴത്തേക്ക് അടുപ്പൊന്നും കൂട്ടിയിട്ടില്ല, എല്ലാവരും വെയിറ്റ് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തു നിന്നുള്ള സ്ഥലത്തു നിന്നാണ് കേട്ടോ തുടങ്ങിയത്, നമ്മുടെ പാറ്റൂരിൽ നിന്നാണ്. അപ്പം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റോഡ് ഫുള്ള് എല്ലായിടവും ആൾക്കാർ ആ ഒരു ലെവലിനായിരുന്നില്ല പൊങ്കാല. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ തമ്പാനൂർ സൈഡൊന്നും അല്ലല്ലോ, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, 2 കിലോമീറ്ററൊക്കെ. അപ്പം ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ നടന്നാണ് കേട്ടോ പോകാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണാശുപത്രിയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അടുപ്പ് കൂട്ടുന്ന എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചേച്ചിമാരും കുട്ടികളും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു കേട്ടോ പൊങ്കാല ഇടാനായിട്ട്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് തന്നെ നല്ല ചൂട് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുകയൊക്കെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു മുഖത്തോട്ടൊക്കെ. അപ്പം അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും പൊങ്കാല ഇടുന്നതിൻ്റെ ഉള്ളൊരു തിരക്കിലാണ്. വണ്ടികളൊന്നും അങ്ങനെ അധികമൊന്നും ഇല്ല. എല്ലാവരും ആ ഒരു കാഴ്ചകൾ കാണാനായിട്ടും ഒപ്പം തന്നെ ആ ഒരു പായസം ഉണ്ടാക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും കുറേ പേരൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് പാളയത്തോട്ടാണ് കേട്ടോ പോകുന്നത്. പാളയത്ത് പോയിട്ട് നമ്മളെന്തായാലും ഇന്ന് നടന്നെല്ലായിടവും കാഴ്ചകൾ കാണാമെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഒരു വൈബല്ലേ, പലപ്പോഴും വർഷത്തിലൊരിക്കൽ വരുന്ന മാത്രം സംഭവമാണ്. അതും റയറായിട്ട് നമുക്ക് ദൈവത്തിന് അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പം നമ്മളത് നടന്ന് ആസ്വദിച്ച് കാണുക. ഒരു ഐഡിയ ഇല്ലാതാണ് ഇറങ്ങിയത്, എങ്ങനെ നടന്ന് എത്ര ദൂരം പോവും, എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണാശുപത്രിയിൽ നിന്ന് നടന്ന് ജനറൽ ആശുപത്രിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് അമ്മമാർ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് റോഡിൽ ഒരുപാട് പേര് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് പറയുമ്പം മിനറൽ വാട്ടറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ആൾക്കാർ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്കാണെങ്കിലും ഒപ്പം തന്നെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ ഉടനീളം കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നേരെ നടന്ന് ജനറൽ ആശുപത്രിയുടെ അടുത്തു നിന്ന് പാളയത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും നാളായിട്ടും ഈ പാളയത്തോട്ടൊന്നും അങ്ങനെ നടന്നൊന്നും പോയിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ അമ്മമാരൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി തുടങ്ങി, തീരാറായിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ തീർന്ന് അടച്ച് വെച്ച് റെഡിയായിട്ടൊക്കെ നിൽപ്പുണ്ട്. ചില ചേച്ചിമാരൊക്കെ നമ്മളെ കണ്ടിട്ട് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുകയാണെന്നൊക്കെ കണ്ടിട്ട്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് പോവാണ് കേട്ടോ. ഒരുപാട് പേര് ചൂടൊക്കെ ഇട്ടിട്ട് നല്ല ഒരുപാട് കുറേ തലയിൽ വെക്കണ ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ നമുക്ക് വഴി കൂടെ പോയപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും കിട്ടിയായിരുന്നു. പിന്നെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്നും വെക്കുന്നില്ല, ചിലരൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് തോർത്തൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ചൂട് ഒരുപാട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ ഞങ്ങളിതേ നടന്ന് നമ്മൾ പാളയത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നടക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്നാമത് നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ അത് ഭയങ്കര ന്യൂ ആയിട്ടുള്ളതുകൊണ്ട് ഭയങ്കര രസമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടെ കൂടെ നമുക്ക് ഒരിടത്തു നിന്ന് കഴിക്കാനായിട്ട് പയറും പിന്നെ മോരും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടോട്ടൊന്ന് കയറി വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞൊരു ചെറിയൊരു കാർഡാണ് കേട്ടോ. ഞാനത് 2 സൂക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ റൂമിൽ ഒരെണ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം എൻ്റെ അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ തമ്പാനൂർ നമ്മുടെ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അവിടെ ജയലക്ഷ്മി അവർ കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസ് ഒരു വെള്ളം പോലെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ മറ്റേ നേരത്തെ കിട്ടിയ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു, നമ്മൾ അതിലാണ് കേട്ടോ മേടിച്ചത്. നമ്മളപ്പോൾ നേരെ നടന്ന് തമ്പാനൂരോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ തമ്പാനൂരിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരിടത്ത് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം അവളുടെ അമ്മേനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് പോവാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ കണ്ട പോലെ ഒന്നും അല്ല, ഭയങ്കര ക്രൗഡാണ്, എല്ലായിടവും ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് റോഡിൽ കൂടെ തന്നെ നടന്നു പോകാൻ തന്നെ നല്ല തിരക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ വണ്ടികൾക്കൊന്നും മര്യാദയ്ക്ക് പോകാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര റഷായിരുന്നു. ഒരുപാട് പേര് ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ അല്ലാണ്ട് ചോറും സാമ്പാറും അങ്ങനത്തെ കറികളെല്ലാം ഉണ്ട്, ഊണുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിത് തമ്പാനൂർ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മൾ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു റഷ്, ആ ഒരു ക്രൗഡ് നമുക്കിവിടെ ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും ഉള്ളൊരു തിക്കി നിറഞ്ഞ് പൊങ്കാല ഇടുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളപ്പോൾ അവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോയത്. ഒരുപാട് എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ. ആൾക്കാരെ നമുക്ക് അധികം ആ ഒരു സ്ഥലത്ത് കാണാൻ പറ്റിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് എന്തോ ഒരു മാലയൊക്കെ വിൽക്കുന്നതാണ് കേട്ടോ. ഇന്ന് നോർത്ത് ഇന്ത്യക്കാരുടെ ആയിരുന്നു, പക്ഷെ ഭയങ്കര റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. 50 രൂപയ്ക്കൊക്കെ കയ്യിലിടുന്ന ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാലയൊക്കെ തന്നെ വലിയ മാല 150 രൂപയ്ക്കൊക്കെ നല്ല ലാഭത്തിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ഈസ്റ്റ് ഫോർട്ടിലെത്തിയായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പോകാൻ നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ക്ഷീണിച്ചായിരുന്നു. സോ നമ്മളൊരു ഓട്ടോ പിടിച്ച് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോഴും ആൾക്കാരെല്ലാം അടച്ച് വെച്ചിട്ട് പോയേക്കാണ് ഫുഡ് മേടിക്കാനായിട്ട്. നമുക്ക് വേറെ ഒരിടത്തു നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തീർത്ഥം തളിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന്. അതിനുശേഷം മാത്രമേ നമുക്ക് പൊങ്കാലയിട്ട പായസം കഴിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്കും പായസം തരാമെന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വന്ന് പാളയത്താണ് കേട്ടോ ഓട്ടോയിൽ തിരിച്ചിറങ്ങി വന്നു നിന്നാൽ അവിടുന്ന് നമ്മൾ തിരിച്ച് നടന്നാണ് വന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നുള്ള തീർത്ഥമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പായസം കഴിക്കാനായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറേ പേര് തരാനായിട്ട് റെഡിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിലെ നമ്മുടെ കൂട്ടുകാരെല്ലാം, ഞാനും അക്ഷരയും പിന്നെ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം, അങ്ങനെ നമ്മൾ കുറേ പേര് നമുക്ക് പായസം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിക്കാൻ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. ശരിക്കും ഭയങ്കര സന്തോഷമായി. ഒരുപാട് കുട്ടികളുണ്ട് പല ദൂരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അപ്പം ശരിക്കും സന്തോഷമായിട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ് കേട്ടോ, ഒരുപാട് ചേട്ടന്മാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നൊരു കാഴ്ച. ശരിക്കും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്